ഗ്രാൻഡ് ഓൾഡ് പാലസ് ഓഫ് പത്മനാഭപുരം. പഴയ കാലത്തെ അതിമനോഹരമായ പത്മനാഭപുരം കൊട്ടാരം. ഞാൻ ആകട്ടായിരുന്നു. ഇവിടെ മറ്റോ കിട്ടുമോ? നോ നോ, ആർക്കിയോളജി പ്രൊഹിബിറ്റഡ്. അതുകൊണ്ട് അകത്ത് കിടക്കാൻ പറ്റില്ല. സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ്. കഞ്ചാവേ ഓടി വാ. ശില്പവിലകളൊക്കെ നോക്കാം, ഇത്ര മനോഹരമായിരിക്കുന്നു. പഴയ കാലത്ത് ചെയ്തതല്ലേ. വരണം, ഇനിയും കാണിച്ചു തരാം. ഏതായാലും ഗേഡിന് വിവരമുണ്ടല്ലേ? പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം. അപ്പൊ മാഷേ ഇത് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ? നോ നോ, അതെല്ലാം ഔട്ട്. ഭക്ഷണം എല്ലാം പുറത്ത്. വരും, നമുക്കിതിലേക്ക്. വരും, നമുക്കിതിലെ പോയാൽ വേറെ ചില സ്ഥലങ്ങളിലൂടെ കാണാം. കുടത്തിനകത്ത് മാറ്റുചാരായോ പച്ചവെള്ളം? എന്തൊരു ചോദ്യം വാങ്ങട്ടെ. വെള്ളം. മാറ്റുചാരായവും പച്ചവെള്ളം പോലിരിക്കും. ആണ്ട കിടക്കണം. കുടിക്കാനുള്ള വെള്ളത്തിൽ കൈയിട്ടതും പോരാ, വിരട്ടലും. അകത്ത് വരാമല്ലോ. ആരാത്? ഈ യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന് മനസ്സിലായി. ഹെഡ് കോൺസ്റ്റബിൾമാർ ലക്ഷക്കണ, ഉഗ്രൻ വാസു ഒരാളേ ഉള്ളൂ, ഈ ഞാൻ. ഓഹോ, എന്താ ഇങ്ങോട്ട് പോകുന്നത്? നിങ്ങളെ കാണാൻ. എന്തിനാണാവോ? ക്വസ്റ്റ്യൻ ചെയ്യാൻ. എവിടാ നാട്? വളരെ ദൂരെയാണ്. എത്ര കാലമായി ഈ സ്ഥലത്ത് വന്നിട്ട്? 4 മാസവും 3 ദിവസവുമായി. കവിത എഴുത്താണ് ജോലി അല്ലേ? ക്ഷമിക്കണം, വല്ലപ്പോഴൊക്കെ എഴുതും. രാഷ്ട്രീയ കവിതകൾ എഴുതണ്ട. ഇല്ല, എഴുതൂല. ഇവിടെ സ്ത്രീകൾ, അതായത് ഫീമെയിൽസ് വരാറുണ്ടോ? ഞാൻ വരുത്താറില്ല. ഇവിടെ വിദേശത്തും ഹരി ഉണ്ട്. എന്താ? അവരെ കുറിച്ച് ചില വിവരങ്ങൾ അറിയണം. അത് അവരോട് ചോദിക്കുന്നു. എന്താ? അവരോട് ചോദിക്കണം. ചോദിച്ചോളാം. Ladies and gentlemen, this is the most dangerous place on earth. But this place is very lovely. Yeah? Don't say lovely. ഇവിടെ അധിക നേരം നിൽക്കണ്ട. വേണ്ട, നിൽക്കണ്ട. വരൂ, നമുക്ക് വേഗം പോവാം. വീട് ഭയപ്പെടുത്തി കളഞ്ഞു. ലോകത്തിലേക്ക് ഏറ്റവും ഭീകരമായ സ്ഥലം കള്ളിയം. That was the abode of evil. The treacherous god on earth. കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയുടെ വാസസ്ഥലമായി. Drank the blood of so many. അനേകം പേരെ പിച്ചി ചീന്തി ചോര കുടിച്ചവളാണ് കള്ളിയങ്കാട്ട് നീലി. All nonsense. Sir, don't say nonsense. Nonsense എന്ന് പറയരുത്. Who said nonsense? Killed by നീലി. അങ്ങനെ പറഞ്ഞവരെ തട്ടിയോളാണ് നീലി. അപ്പൊ മാഷേ, ഈ കള്ളിയങ്കാട്ടിൽ നിന്ന്
ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണതാണോ? ആ, പക്ഷേ ഇത് നീ തന്നെ എടുത്തോളൂ. വീട് ഇവിടെ അടുത്താണ്. കഷ്ടിച്ചൊരു വെളിപ്പാട് ദൂരമേ ഉള്ളൂ. മംഗലത്ത് വീടെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ ആരെല്ലാം ഉണ്ട്? അമ്മയും അമ്മാവനും പിന്നെ കന്നുകാലി മേയ്ക്കുന്ന കൊച്ചുരാമനും ഉണ്ട്. എന്താ നിന്റെ പേര്? നീലമ്മ. എന്തിനാണ് ഇപ്പോ ഇതൊക്കെ അറിയുന്നത്? കണ്ടപ്പോ മുതൽ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. നാണമാണ്. നീലമ്മയുടെ അമ്മാവനോട് പറഞ്ഞാൽ നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരും. എനിക്കറിയില്ല, പറഞ്ഞു നോക്കണം. പക്ഷേ നിനക്കെന്നോട് ഇഷ്ടമാണോ? പറയൂ. നേരമായി, ഞാൻ പോണു. എന്നോട് ഇഷ്ടമാണെങ്കിൽ ആ ചെടിയുടെ ഇല പറിച്ചെറിയും. അമ്മയുടെ നിർബന്ധം. അതും സ്വർണമായിരിക്കും. നിരമേ, എന്തോ? എന്താണിത്? പറയൂല. എന്നോട് പറയൂ. ശരി, വേണ്ട. പിണങ്ങല്ലേ? ഇതാ നോക്കിക്കോളൂ. എനിക്ക് കാണണ്ട. എന്നെക്കാളും എന്റെ ആഭരണങ്ങളെക്കാളും വിലയുള്ള സാധനമാണിത്. ഇതാ. എവിടെ? ഈ കൈ എനിക്ക് തരാതെ തന്ന നിധിയാണ്. ഇത് ഞാൻ മരണം വരെ സൂക്ഷിക്കും. ഇതാ. വല്ലാത്ത പുളി. പുളി എനിക്ക് വലിയ ഇഷ്ടമാണ്. നീ വയറ്റിലായിരുന്നപ്പോ നിന്റെ അമ്മയ്ക്കും പുളി വലിയ ഇഷ്ടമായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞ ശരിയാ? എനിക്കറിയില്ല. അപ്പൊ പിന്നെ കുമാരകോവിൽ ലീവ് വെള്ളിയാഴ്ച പോകാൻ ഒക്കില്ലല്ലോ. എന്താ ഒക്കാത്തത്? എടി നീലമ്മ, 7 മാസം വരെ ഏത് കോവിലും പോകാം. 7 കഴിഞ്ഞാ പാടില്ല. എന്താണെന്ന് ചോദിക്കേ. എന്താണ് അമ്മച്ചി? ദൈവം ഇറങ്ങി ഓടിക്കളയും. അയ്യോ, അതെന്താ? 7 മാസം കഴിയുമ്പോ വയറ്റിനകത്ത് കിടന്ന് കൊച്ചു അനക്കം വെച്ച് തുടങ്ങും. അങ്ങനെ കിടക്കുന്ന കൊച്ചു ദൈവത്തിനേക്കാൾ വലിയ ആളാ. വലിയ ആള് വരുമ്പോ ചെറിയ ആള് ഓടാതിരിക്കുവോ? എന്തൊരു വെയില്! നമുക്ക് അവിടെ പോയി അല്പം വിശ്രമിക്കാം.
പേരിലും പല ദേശത്തിലും നടന്ന് പെൺകുട്ടികളെ ചതിക്കുന്നു. ഡ്രസ് ചേഞ്ച്, നെയിം ചേഞ്ച്, മാരേജ്, cheated girls and what not? Let us stop that chapter. നീലമ്മ ഭീകര സ്വരൂപിണിയായ യക്ഷിയായി മാറി ജനങ്ങളെ ഉപദ്രവിച്ചു. ഈ സ്ഥലം ഏതാന്ന് നിശ്ചയുണ്ടോ എനിക്ക്? അത് തന്നെ പ്രായം വെച്ച് കമ്മിയല്ലേ തിരുമേനി, അതുകൊണ്ട് അവിടത്തെ അത്രയും നിശ്ചയം പോരാ. ഇതാണ് കല്യങ്കാട് നീരിയുടെ വാസസ്ഥാനം. എന്താ പൊന്നെ തിരുമേനി, എനിക്ക് പേടിയ. തിരുമേനി ഒരു കാര്യം ചെയ്, ഈ ചൂട്ടും പിടിച്ചോണ്ട് പുറകെ വാ, ഞാനങ്ങ് മുമ്പേ പോവാം. താൻ നമ്മുടെ പിന്നാലെ വന്നാൽ മതി. തിരുമേനി ആരാ മനസ്സിലായില്ല? തിരുമേനെ എനിക്ക് മനസ്സിലായി. അടിയൻ വടശ്ശേരിയമ്മ വീട്ടിലെയാ. രാമനാട്ടം കണ്ടുകൊണ്ടിരുന്ന് സമയം പോയതറിഞ്ഞില്ല. തിരുമേനി എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോണം. കള്ളിയങ്കാട്ട് വഴി പോകാൻ ഭയമാവുന്നു. അവിടെ കള്ളിയങ്കാട്ട് നെല്ലിയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരി, നടന്നോളൂ. കഷ്ടം, പശുവിനെ കയറ്റി വന്നല്ലോ. എങ്ങനെയാ നാം ഭൂമിയിലേക്ക് ഇറങ്ങുക? പ്രഭാതമായി, മൂത്രാശങ്കയും കൂടിക്കൂടി വരുന്നു. എന്താ ചെയ്യ? ആരേലും ഒന്ന് ഓടി വരണേ. ഞാറാടി പെണ്ണേ. ഞാൻ മണവാളക്കുറിച്ച് ഇന്ന് വരികയാണ്. എന്റെ കെട്ടുവന്റെ വീട്ടിൽ പോകാൻ വന്നതാ. ഇവിടെ എത്തിയപ്പോ നേരെ ഇരുട്ടിപ്പോയി. കള്ളിയങ്കാട്ടിനപ്പുറത്താണ് എന്റെ കെട്ടുവന്റെ വീട്. കള്ളിയങ്കാട് വഴി പോവാൻ പേടിയായിരിക്കും. പാവം, പേടിക്കണ്ടടി, ഞങ്ങൾ അതുവഴിയാ പോകുന്നത്. മുമ്പേ നടന്നോളൂ. നീ ഏത് ജാതിക്കാരി ആടി? ഏത് ജാതിയാലെന്താ, നല്ല ഒന്നാം തരം ഉരുപ്പടി. അടിയൻ കൊല്ലത്തെയാണേ. കൊല്ലത്തെ ആവുമ്പം കയ്യിൽ ഇരുമ്പിന്റെ കഷ്ണം വല്ലതും കാണും. അടിയന്റെ കയ്യിലൊന്നും ഇല്ലേ? എടി, കല്ലിയങ്കാട് വഴി പോകുമ്പം ഒരു കഷ്ണം ഇരുമ്പും സ്വല്പം ചുണ്ണാമ്പ് കരുതണം.